ഈ കേസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴാണ് ഇതിൽ പല അടരുകളുണ്ട് ശ്രീ NMPS. ഈ എല്ലാ അടരുകളും വന്ന് നിൽക്കുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വ്യാപാരികളിലേക്ക് കൂടിയാണ്. അതിൽ ചില പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു അമർ, ഒരു നിഖിൽ. അപ്പോൾ ഈ അമറിൻ്റെ കാറാണത്രേ ഈ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഉപയോഗിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അവരുടെ ബോർഡ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഇതൊക്കെ പാർട്ടിക്കുള്ളിൽ വലിയ വിഷയമായി വരികയും അവർ രണ്ട് നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തുവെന്നും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ ഒരു വെർട്ടിക്കലായിട്ടുള്ള സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ടെന്നും ഒരു ഭാഗത്ത് ജില്ലാ സെക്രട്ടറിയും ഒപ്പം ഇളമരൻ കരീമും ഒക്കെ അടക്കമുള്ള ഒരു സംഘവും മറുഭാഗത്ത് മുഹമ്മദ് റിയാസും മറ്റു ചില നേതാക്കളും യുവ നേതാക്കളും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുവെന്നുമൊക്കെയാണ് കേൾക്കുന്നത്. ഇതൊക്കെ കേട്ടുകേൾവിയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കോഴ വിഷയം പാർട്ടി ചർച്ച ചെയ്തു. 18-ൽ 14 പേരും നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ നേരിട്ട് കോഴക്കേസിലാണ് എന്നത് പറയാൻ കഴിയാത്തതുകൊണ്ട് ഇതാ ആഡംബര ജീവിതം നയിക്കുന്നു, റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ട് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് പ്രമോദ് കോട്ടുള്ളിക്കെതിരെ നടപടിയെടുക്കാൻ പോകുന്നത്. ഇതിങ്ങനെ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണോ? ഇതൊരു ഇടതുപക്ഷ രാഷ്ട്രീയമാണോ? ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആകാശ് തില്ലങ്കരിക്ക് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ, അതിനെ അനുകൂലിക്കുന്നവരുണ്ടെങ്കിൽ, ആ ആകാശ് തില്ലങ്കരിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ബന്ധുക്കളാണ് എന്ന് ഒരു നേതാവിന് പറയേണ്ടി വന്ന് പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഈ കൽക്കത്ത മുതൽ തുടങ്ങിയ ഈ തിരുത്തലുണ്ടല്ലോ, അതെന്ന് തുടങ്ങും? അതിങ്ങനെയൊക്കെ സാധ്യമാണോ എന്നൊരു വലിയ ചോദ്യമുണ്ട് ശ്രീ NMPS. ഡോക്ടർ അരുൺകുമാർ, ഇത് വളരെ വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് നിരീക്ഷിച്ചത് നമ്മളാരുമല്ല, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോവും അതേപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന ഘടകവുമൊക്കെയാണ്. അതുകൊണ്ടാണ് MV ഗോവിന്ദ മാസ്റ്റർ അടക്കമുള്ള ആളുകൾ പാർട്ടിക്കകത്ത് പണാധിപത്യവും പാർട്ടി നേതാക്കൾക്ക് പണാർത്തിയും അതേപോലെ തന്നെ പലയിടങ്ങളിലും റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായി കച്ചവടക്കാരുമായിട്ട് വലിയ തരത്തിൽ ബന്ധമുള്ള ദല്ലാളുകളുടെ സംഘമായിട്ട് പാർട്ടിയുടെ ഒരു കഷ്ണം മാറി തീർന്നിട്ടുണ്ട് എന്ന നിരീക്ഷണത്തിലേക്ക് പാർട്ടി മൊത്തം എത്തുന്നത്. അത് വളരെ ശരിയായ ഒരു നിരീക്ഷണമാണ്. പക്ഷേ ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നിലപാടെടുത്ത് ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് CPM നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയും പ്രശ്നവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവെ കേരളത്തിലെ പാർട്ടിയെ പരിശോധിക്കുന്ന സമയത്ത് കുറേ നേതാക്കൾ പാർട്ടിയെ ദല്ലാൾ പണിക്ക് വിധേയമാക്കി സമ്പന്നമാകുന്നവരായി ഉണ്ട് എങ്കിൽ അതിനേക്കാൾ എത്രയോ വരുന്ന മഹാഭൂരിപക്ഷമാണ് യാതൊരു വിധത്തിലും പാർട്ടി ഉപയോഗിച്ച് ഒരു പണവും പറ്റാതെ ജീവിക്കുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള സഹാക്കളെന്ന് പറയും. ആ സഹാക്കൾക്ക് മിണ്ടാൻ പറ്റാത്ത തരത്തിൽ, അവരെ എല്ലാം നിശബ്ദരാക്കുന്ന തരത്തിൽ പാർട്ടി സംവിധാനവും പാർട്ടിയും ചട്ടക്കൂടും മാറിപ്പോയ ഒരു കാലത്തിൻ്റെ അവസാന രംഗത്ത് നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ പാർട്ടിയെ നിരീക്ഷിക്കുന്നത്. കാരണം പാർട്ടിക്കകത്ത് പാർട്ടി സംവിധാനത്തിൻ്റെ പാർട്ടി ചട്ടക്കൂടിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിച്ചിരുന്ന് അതിൻ്റെ ഒരു ഡൈനാമിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്തുള്ള ഉൾപാർട്ടി ചർച്ചകൾ തന്നെയാണ്. ഉൾപാർട്ടി ചർച്ചകൾക്കകത്താണ് പലപ്പോഴും ആവർത്തിക്കപ്പെടുന്ന ക്ലീഷേ പോലെയുള്ള ഈ സ്വയം വിമർശനവും എന്ന് പറയുന്നതായിട്ടുള്ള വാക്കുകൾ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കഴിയണമെങ്കിൽ വിമർശനവും സ്വയം വിമർശനവും എന്ന് പറയുന്നത് അത്യാവശ്യം വേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നഷ്ടപ്പെട്ടു പോയ കുറേ കാലങ്ങളുടെ, കുറേ വർഷങ്ങളുടെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറേ കാലങ്ങൾക്ക് മുമ്പ് പാർട്ടിക്കകത്ത് വലിയ വിഭാഗീയത ഉണ്ടായിരുന്നു. ആ വിഭാഗീയതയാണ് നമുക്ക് അവസാനം പിണറായി വിജയനും VS അച്യുതാനന്ദനും തമ്മിലുള്ള വിഭാഗീയതയുടെ ഒരു ചിത്രമായിട്ട് നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. അന്ന് രണ്ട് പക്ഷമായിട്ട് നിന്ന് ചർച്ച ചെയ്തെടുത്ത സമയത്ത് ഒരു പക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള അഴിമതി കാണിക്കുന്ന ആളുകളെ, എല്ലാ തരത്തിലുള്ള കച്ചവട മാഫിയകളുമായി ബന്ധമുള്ള ആളുകളെ സംരക്ഷിച്ച് ആ വിഭാഗീയ പ്രവർത്തനത്തിനകത്ത് വിജയം നേടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ വിജയം നേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു അവസ്ഥാന്തരമാണ് നമ്മുടെ പുതിയ പാർട്ടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഏകഛത്രാധിപതിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ പാർട്ടി സെക്രട്ടറിയുടെ പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിത്തീർന്നത്. അങ്ങനെ മാറിത്തീർന്ന ഘട്ടത്തിലാണ് ഈ ഉൾപാർട്ടി ചർച്ചകൾ സമ്പൂർണ്ണമായിട്ട് അവസാനിച്ചു പോയത്. അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട കാലത്താണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ട് വ്യാപകമായിട്ട് ഇതിനകത്ത് വളർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ CPM മാത്രമല്ല,
നമ്മുടെ ചുറ്റുപാടുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ബിസിനസ് സംഘങ്ങൾ വിഴുങ്ങിയ കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു വിവരം ഈ പ്രമോദ് കോട്ടുളി വാങ്ങി എന്ന് പറയപ്പെടുന്ന 22 ലക്ഷം രൂപ ഈ പരാതിക്കാരിക്ക് തിരിച്ചു നൽകിയിരിക്കുന്നു എന്നാണ്. അതോടുകൂടി ഇനി തങ്ങൾക്ക് പരാതിയില്ല എന്ന നിലപാടിലാണ് ഈ ബിസിനസ്സുകാരനായ ഭർത്താവും. ഇനി അവരുടെ ഭാഗത്തുനിന്നൊരു പരാതിയും ഉണ്ടാവില്ല. ആ പരാതിയുടെ ഉദ്ഭവസ്ഥാനം തന്നെ അത് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഇനി ഈ കേസിൻ്റെ മുന്നോട്ടുള്ള തുടർച്ച എങ്ങനെയാണ്? പാർട്ടി നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ ആഡംബര ജീവിതത്തിൻ്റെ പേര് പറഞ്ഞ് ഈ പ്രമോദിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കും. അങ്ങനെ ഇത് സ്വാഭാവിക മരണമടയും. നേരത്തെ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലും ഇതേ വിഷയം തന്നെയാണ് പാർട്ടിക്കുള്ളിൽ വരികയും ചർച്ച ചെയ്യുകയും ഇങ്ങനെ അവസാനിക്കുകയും ചെയ്തത്. മറ്റൊരു കാര്യം പറഞ്ഞ് നേതാവിനെതിരെ നടപടിയെടുക്കുന്നു, അത് പിന്നീട് അദ്ദേഹത്തെ പുതിയ സ്ഥാനങ്ങളിലേക്ക് നിയോഗിക്കുന്നു. ഇതൊരു തുടർച്ചയായി മാറുന്നത് പാർട്ടി എത്രമാത്രം കരുത്തുറ്റതും ക്ഷീണിച്ചതുമാക്കും? അല്ല, ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ആവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പാർട്ടി സ്വരൂപം എന്ന് പറയുന്നത് വളരെ വളരെ ദുർബലമായി തീരുന്നു. അങ്ങനെ ദുർബലമായി തീർന്ന് ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയാൽ ആ പാർട്ടി സ്വരൂപത്തിനകത്ത് സത്യസന്ധമായിട്ടുള്ള നിരീക്ഷണങ്ങൾക്കോ അതേപോലെ വിമർശനങ്ങൾക്കോ യാതൊരുമായിട്ടുള്ള പ്രസക്തി ഇല്ലാതായിത്തീരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാർട്ടി ഒരു രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഒന്ന്, വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. എത്രയോ ആളുകളാണ് യാതൊരു വിധത്തിലും പണം സമ്പാദിക്കാതെ ഈ പാർട്ടിക്ക് വേണ്ടി ആഹോരാത്രം പണിയെടുത്ത് ഇതിനകത്ത് നിൽക്കുന്നതായിട്ടുള്ള ആളുകൾ. എന്നാൽ കൈവിരലിൽ എണ്ണാവുന്ന ആളുകൾ, വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം നേതാക്കളൊക്കെ ഒരുപാട് പണമുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് കോഴിക്കോട് ജില്ലയുടെ മാത്രം പ്രശ്നമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും അത്തരത്തിൽ പണമുണ്ടാക്കിയായിരിക്കുന്ന ഒരുപാട് നേതാക്കളെ ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധാരണക്കാരായിട്ടുള്ള CPM പ്രവർത്തകർക്ക് കഴിയും, പുറത്തുള്ളവർക്കും കഴിയും. ഞാൻ പറയുന്നത് CPMന്റെ മാത്രം പ്രശ്നമല്ലത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പാർട്ടിയിലേക്ക് വരുന്നവർക്ക് എന്നുള്ളത് MV ഗോവിന്ദ മാഷ് പറയുകയും ചെയ്തു ഈ തെറ്റുതിരുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പത്രസമ്മേളനത്തിൽ.